അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ് തൽബിയത്ത്. ഹാജിമാരുടെ തൗഹീദ് പ്രഖ്യാപനമാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവുമായി നടത്തിയ സംഭാഷണമാണിതിന്റെ പശ്ചാത്തലം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നാണ് തൽബിയത്തിന്റെ വചനം. ഞാൻ നിനക്ക് വഴിപ്പെടാൻ സന്നദ്ധനാണെന്നാണ് ലബ്ബൈക് എന്ന പദത്തിനർത്ഥം. തൽബിയത്ത് വർദ്ധിപ്പിക്കലും 3 തവണ ആവർത്തിച്ച് ചൊല്ലലും സുന്നത്താണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ തേടുക എന്നിവയും സുന്നത്താണ്. ജംറത്തുൽ അഖബയിൽ എറിയുന്നത് വരെ ഇത് തുടരണം. എങ്കിലും പ്രത്യേക ദിക്റുകൾ ഉള്ളതിനാൽ ഖുദൂമിന്റെ തവാഫിലും ശേഷമുള്ള സഅയിലും തൽബിയത്ത് സുന്നത്തില്ല. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. നിനക്കു പങ്കുകാരനില്ല. സർവസ്തുതിയും അനുഗ്രഹങ്ങളും ആധിപത്യവുമെല്ലാം നിനക്കു തന്നെ. നിനക്കു പങ്കുകാരനില്ല എന്നാണ് തൽബിയത്തിന്റെ വചനത്തിന്റെ അർത്ഥം. വിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം ഹജ്ജു കർമ്മത്തിന് ജനങ്ങളെ ക്ഷണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. അല്ലാഹു പറയുന്നു, ജനങ്ങൾക്കിടയിൽ താങ്കൾ ഹജ്ജിനെ വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ മലമ്പാതകളിലൂടെ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ താങ്കളുടെ അടുത്ത് വന്നുകൊള്ളും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, എന്റെ ശബ്ദം എങ്ങനെയാണ് അവർക്കെത്തുക? അല്ലാഹു പറഞ്ഞു, നിങ്ങൾ വിളിക്കുക, എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ സഫാ മലയുടെ മുകളിൽ കയറി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, വിശുദ്ധ ഭവനത്തിൽ വന്ന് ഹജ്ജ് ചെയ്യൽ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ നാഥന് ഉത്തരം നൽകുക. ഈ വിളിയുടെ ഉത്തരമാണ് ഹജ്ജിലെ തൽബിയത്ത്. തൽബിയത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. ശബ്ദം ഉയർത്തിയാണ് ചൊല്ലേണ്ടത്. സയ്യിദ് ബിൻ ഖാലിദുൽ ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, മുഹമ്മദ് നബിയെ, അങ്ങയുടെ അനുയായികളോട് ഉറക്കെ തൽബിയത്ത് ചൊല്ലാൻ പറയുക. കാരണം അത് ഹജ്ജിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.